ഗുഡ് ആഫ്റ്റർനൂൺ. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അഥവാ വെൻ കറന്റ് ഫ്ലോസ് എന്ന അധ്യായത്തിലെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്? അതെ, നമ്മൾ 2 തരം സർക്യൂട്ടുകളെ പരിചയപ്പെട്ടു. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. ഈ 2 സർക്യൂട്ടുകളിൽ ഏത് സർക്യൂട്ടിലാണ് വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്? അതെ, അടഞ്ഞ സർക്യൂട്ടിലാണ് വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം പൂർത്തിയാവുന്നതിനാൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. എന്നാൽ തുറന്ന സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം പൂർത്തിയാവാത്തതിനാൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല. അതിനുശേഷം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഒരു സർക്യൂട്ടിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. ഒന്നാമത്തത് വൈദ്യുതി നൽകുന്ന സ്രോതസ്സ്, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. രണ്ടാമത്തത് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം, ഡിവൈസ് ദാറ്റ് യൂസസ് ഇലക്ട്രിസിറ്റി. മൂന്നാമത്തെ ഘടകം വൈദ്യുതി കടത്തിവിടുന്ന കമ്പി, വയർ ദാറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഈ 3 ഘടകങ്ങളാണ് പ്രധാനമായും ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത്. അതിനുശേഷം വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയും കടത്തിവിടാത്ത വസ്തുക്കളെയും കണ്ടെത്താനായി നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് എന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ അഥവാ വിദ്യുദ്രോധികൾ, ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കാം. ലോഹങ്ങൾ വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണെന്ന് പരീക്ഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തി. വൈദ്യുത സർക്യൂട്ടിലെ വിവിധ ഉപകരണങ്ങളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി വൈദ്യുത സർക്യൂട്ട് വരയ്ക്കുന്നതിനെ സർക്യൂട്ട് ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഒരു സർക്യൂട്ടിലെ ഉപകരണങ്ങളെ ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രവർത്തിപ്പിക്കാനും ആവശ്യമില്ലാത്തപ്പോൾ പ്രവർത്തനം നിർത്താനും വേണ്ടി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. വിവിധ തരം സ്വിച്ചുകളെയും അവയുടെ ഉപയോഗങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു. വിവിധ തരം ചാലക കമ്പികളും അവ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കൂട്ടുകാർ, ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വൈദ്യുതോപകരണങ്ങൾ തകരാറിലാവുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ വയറിങ്ങും മീറ്റർ ബോർഡും ഒക്കെ കത്തി നശിക്കുന്നത് കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇടിമിന്നലുള്ള സമയത്ത് വൈദ്യുതോപകരണങ്ങൾ കേടുവരുന്നത്? അതെ, ഉയർന്ന വോൾട്ടിലുള്ള വൈദ്യുതി നമ്മുടെ സർക്യൂട്ടിലേക്ക് പ്രവഹിക്കുന്നത് കൊണ്ടാണ് ഉപകരണങ്ങളൊക്കെ കത്തി നശിക്കാൻ കാരണമാവുന്നത്. 230 വോൾട്ട് AC താങ്ങാൻ കഴിവുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വൈദ്യുതി നമ്മുടെ സർക്യൂട്ടിലേക്ക് പ്രവഹിക്കുമ്പോൾ ഉപകരണങ്ങൾക്ക് അത് താങ്ങാൻ കഴിയാതെയാവുകയും വൈദ്യുതോപകരണങ്ങളും വയറിങ്ങുമെല്ലാം കത്തി നശിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ നമ്മുടെ വൈദ്യുത സർക്യൂട്ടിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം ഒരു ഉപകരണം കൂട്ടുകാർ നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ഇത് എവിടെയൊക്കെ കണ്ടിരിക്കുന്നത്? എന്താ ഈ ഉപകരണത്തിൻ്റെ പേര്? അതെ, ഈ ഉപകരണത്തിന് പറയുന്ന പേരാണ് സേഫ്റ്റി ഫ്യൂസ്. നമ്മുടെ വീടുകളിൽ മീറ്റർ ബോർഡിന് താഴെയും മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഫ്യൂസുകൾ കാണാൻ സാധിക്കും. ഈ ഫ്യൂസ് നമുക്ക് തുറക്കാൻ സാധിക്കും. കൂട്ടുകാർ, 2 ഭാഗമായിട്ട് നമുക്ക് ഇതിനെ തുറന്നു നോക്കാം. ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഈ 2 ടെർമിനലുകളെയും നേർത്ത കമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഫ്യൂസ് കെട്ടാനായി ഉപയോഗിക്കുന്നത് ടിന്നും
ലെഡും ചേർന്ന നേർത്ത കമ്പികളാണ്. എന്തുകൊണ്ടാണ് ഇത്ര നേർത്ത കമ്പികൾ ഫ്യൂസ് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് കനം കൂടിയ കമ്പികൾ ഉപയോഗിച്ച് ഫ്യൂസ് കെട്ടാത്തത്? സർക്യൂട്ടിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ നേർത്ത ഫ്യൂസ് കമ്പി എരിഞ്ഞു പോവുകയും അങ്ങനെ സർക്യൂട്ട് തുറന്നതായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഉപകരണത്തിലേക്ക് വൈദ്യുതി എത്താതെ ഉപകരണങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. കട്ടി കൂടിയ കമ്പി ഉപയോഗിച്ച് ഫ്യൂസ് കെട്ടുകയാണെങ്കിൽ അമിതമായ വൈദ്യുത പ്രവാഹം സർക്യൂട്ടിലൂടെ ഉണ്ടാവുമ്പോൾ ഫ്യൂസ് വയർ എരിഞ്ഞു പോകുന്നില്ല. ആ വൈദ്യുതി മുഴുവൻ ഉപകരണത്തിലേക്ക് എത്തുകയും ഉപകരണം തകരാറിലാവുകയും ചെയ്യുന്നു. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കനം കുറഞ്ഞ കമ്പി ഉപയോഗിച്ച് ഫ്യൂസ് കെട്ടുന്നതെന്ന്? അപ്പോൾ എന്തായിരിക്കും ഒരു സർക്യൂട്ടിൽ ഫ്യൂസിന്റെ ധർമ്മം? അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് used in a circuit as a precaution to protect the circuit and electric devices from damage caused by the flow of excess current. അപ്പോൾ സർക്യൂട്ടിൽ ഫ്യൂസിന്റെ ധർമ്മം എന്താണെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി പ്രവഹിച്ച് സർക്യൂട്ടിലെ ഉപകരണങ്ങൾക്ക് കേടുവരാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സേഫ്റ്റി ഫ്യൂസ്. കൂട്ടുകാർ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്യൂട്ട് ഡയഗ്രങ്ങൾ വരയ്ക്കാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് ഫ്യൂസ് കൂടി ഉൾപ്പെടുത്തി ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ കഴിയുമല്ലോ. എല്ലാവരും ഫ്യൂസ് കൂടി ഉൾപ്പെടുത്തി ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ച് അയച്ചു തരണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 68-ാമത്തെ പേജിൽ 3 സർക്യൂട്ടുകൾ തന്നിരിക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ആ 3 സർക്യൂട്ടുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഒന്നാമത്തെ സർക്യൂട്ടിൽ ഒരു സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സർക്യൂട്ടിൽ 2 സെല്ലുകളുണ്ട്. മൂന്നാമത്തെ സർക്യൂട്ടിൽ 3 സെല്ലുകളുണ്ട്. സെല്ലുകളുടെ എണ്ണം കൂടുന്തോറും ബൾബിന്റെ പ്രകാശത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അതെ, ഒരു സെല്ല് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രകാശം 2 സെല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും. 3 സെല്ലുകൾ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രകാശം ഉണ്ടാവും. വീണ്ടും സെല്ലുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? അമിതമായ വൈദ്യുതപ്രവാഹം ബൾബിൽ എത്തുകയും ബൾബ് ഫ്യൂസായി പോവുകയും ചെയ്യും, അല്ലേ? അത് തടയാൻ വേണ്ടിയാണ് സർക്യൂട്ടിൽ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. സെല്ലിൽ നിന്നുള്ള അമിതമായ വൈദ്യുതി ഫ്യൂസ് വയറിൽ എത്തുമ്പോൾ അത് എരിഞ്ഞ് സർക്യൂട്ട് തുറന്നതാവുകയും വൈദ്യുതി ബൾബിലേക്ക് എത്താതെ ബൾബിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കാം. എല്ലാവരും പരീക്ഷണം നന്നായി ശ്രദ്ധിച്ചു നോക്കുക. എല്ലാവരും ഈ ഉപകരണം ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ 5 വാട്ടിൻ്റെ ഒരു ബൾബുണ്ട്. 35 വാട്ട്സിൻ്റെ മറ്റൊരു ബൾബും ഉപയോഗിച്ചിരിക്കുന്നു. ഈ സ്വിച്ചിൽ നിന്നുള്ള പച്ച നിറത്തിലുള്ള വയർ നേരിട്ട് ന്യൂട്രൽ ലൈനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ 2 ആണികൾക്കിടയിൽ സർക്യൂട്ട് തുറന്നാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ കമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോഴാണ് ഇത് അടഞ്ഞ സർക്യൂട്ടായി മാറുന്നത്. ഇങ്ങനെ കമ്പി ഉപയോഗിച്ച് ഇവിടെ കെട്ടുന്നതിനെയാണ് ഫ്യൂസ് കെട്ടുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി വളരെ നേർത്ത കമ്പികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കമ്പി കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? വളരെ നേർത്ത കമ്പിയാണ് ഫ്യൂസ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പി ഈ 2 ആണികൾക്കിടയിൽ ബന്ധിപ്പിച്ച് നോക്കാം.
ഇനി നമുക്ക് ആദ്യം ഈ 5 വാട്ട്സിന്റെ ബൾബിന്റെ സ്വിച്ച് ഇട്ട് നോക്കാം. അടുത്തത് നമുക്ക് ഈ 35 വാട്ട്സിന്റെ ബൾബിന്റെ സ്വിച്ച് കൂടി ഒന്ന് ഓണാക്കി നോക്കാം. എല്ലാവരും ഫ്യൂസ് ശ്രദ്ധിച്ചു നോക്കുക. കണ്ടല്ലോ എന്ത് സംഭവിച്ചു? ഫ്യൂസ് വയർ എരിഞ്ഞുപോയി. എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കണേ. ഇപ്പോൾ നമ്മൾ 5 വാട്ട്സിന്റെ ബൾബാണ് ഓണാക്കിയത്. ഇനി നമുക്ക് 35 വാട്ട്സിന്റെ ബൾബ് കൂടി ഓണാക്കി നോക്കാം. കണ്ടോ, ഫ്യൂസ് വയർ എരിഞ്ഞുപോയി. പരീക്ഷണം കൂട്ടുകാർക്കൊക്കെ മനസ്സിലായല്ലോ. പരീക്ഷണത്തിലൂടെ ഫ്യൂസിന്റെ പ്രവർത്തനവും എല്ലാവരും മനസ്സിലാക്കിയല്ലോ. സർക്യൂട്ടിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് സർക്യൂട്ടിലെ ഉപകരണങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതും ഒരു തരം ഫ്യൂസാണ്. വളരെ വണ്ണം കുറഞ്ഞ ഒരു ഗ്ലാസ് കുഴലിൻ്റെ രണ്ടറ്റത്ത് ലോഹഭാഗവും ഈ രണ്ട് ലോഹഭാഗങ്ങളെയും വളരെ നേർത്ത ഫ്യൂസ് വയർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചാണ് ഇത്തരത്തിലുള്ള ഗ്ലാസ് ഫ്യൂസുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന TV പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉള്ളിലാണ് ഇത്തരം ഗ്ലാസ് ഫ്യൂസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതും മറ്റൊരു തരത്തിലുള്ള ഫ്യൂസാണ്. ഈ ഫ്യൂസിന് പറയുന്ന പേരാണ് MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇത്തരം ഫ്യൂസുകൾ കൂട്ടുകാർ നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇത്തരം ഫ്യൂസുകളുടെ പ്രത്യേകത? നിങ്ങൾ അതിൽ ഒരു സ്വിച്ച് കണ്ടല്ലോ. സർക്യൂട്ടിലൂടെ അമിതമായ വൈദ്യുതപ്രവാഹം ഉണ്ടാവുമ്പോൾ ഈ സ്വിച്ച് തനിയെ താഴുകയും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഉപകരണങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ വയറിംഗ് നടത്തുമ്പോൾ MCB ഉപയോഗിച്ചെങ്കിൽ മാത്രമേ വൈദ്യുത വകുപ്പ് നമ്മുടെ വീടുകളിലേക്ക് കണക്ഷൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള ഫ്യൂസുകളെ ഇവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇത് സാധാരണ ഫ്യൂസ്. നമ്മുടെ മീറ്റർ ബോർഡുകളുടെ താഴെയും മെയിൻ സ്വിച്ചുകളുടെ ഉള്ളിലുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്യൂസുകൾ കാണുന്നത്. ഇത്തരത്തിലുള്ള വലിയ ഫ്യൂസുകളാണ് ട്രാൻസ്ഫോർമറുകളിൽ ഉപയോഗിക്കുന്നത്. ഇത് മറ്റൊരു തരം ചെറിയ ഫ്യൂസാണ്, ഗ്ലാസ് ഫ്യൂസുകൾ. ഇത്തരത്തിലുള്ള ഫ്യൂസുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉള്ളിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഫ്യൂസുകൾക്ക് പകരമായി സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്യൂസാണ് MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അമിതമായ വൈദ്യുതപ്രവാഹം ഉണ്ടാവുമ്പോൾ വൈദ്യുത ബന്ധം തനിയെ വിച്ഛേദിച്ച് സർക്യൂട്ടിലെ ഉപകരണങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് MCBയുടെ ധർമ്മം. ഇന്നെടുത്ത ക്ലാസ് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രധാനമായും ഫ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഒരു സർക്യൂട്ടിൽ ഫ്യൂസിൻ്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് is a device used in circuits as a precaution to protect the circuit and electric devices from damage caused by the flow of excess current. വിവിധ തരം ഫ്യൂസുകളെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വൈദ്യുതിയുടെ മറ്റു ചില സവിശേഷതകളുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.